Hello? This is Nidhi Satyaprakash guardian. Yes? I'm calling from RMV College. Ma'am, this coming Friday there is a compulsory parent-teacher meeting. There was a student strike against the management in the college today and none of the students have attended their classes. No. She must be in the class only. I'm sorry ma'am. Please ensure you attend the meeting. Okay. Yes, we will attend. Nidhi? இன்னைக்கு காலேஜ் போலியா? ஏன் என்னாச்சு? காலேஜ்ல இருந்து ஃபோன் வந்துச்சு. நீ கிளாஸ் அட்டெண்ட் பண்ணலன்றாங்க. இன்னைக்கு லேட்டா வந்ததுக்கு காரணம் எக்ஸ்ட்ரா கிளாஸ் தானே நீ சொன்ன? இல்ல போனேம்மா. என்ன கன்ஃபியூஷன்? Friday there's a meeting in the college it seems. Management said parents must attend. I'll call your appa right away for the meeting. சரி. ஹாய் நிதி. நான் ஒரு பொய் சொல்லிட்டேன். பிரச்சனை ஆயிடுச்சு. எந்த சம்பவம்னு வர நிதி? கிளாஸ் அட்டென்ட் பண்ணாதனால காலேஜ்ல இருந்து கால் வந்துருச்சு. ஃப்ரைடே பேரண்ட் டீச்சர் மீட்டிங். அம்மா வருவாங்க, அப்பாவும் வருவாங்க. செத்துருவேன். വിഷമിക്കില്ലേ, സമാധാനപ്പെട്. നമുക്ക് സംസാരിച്ച് സെറ്റ് ആക്കാത് കേട്ടോ. നമ്മള് ആ ഫോൺ ഇങ്ങനെ എടുക്ക്. ഇങ്ങനെ എടുക്കടാ. ഇപ്പം സെറ്റാക്കാം. ഹലോ ഉഷേ, ടോണിയാ. ഇപ്പൊ എന്താ പഴയ പോലെ വിളിയൊന്നും ഇല്ലല്ലോ? അളിയാ, ആ കുട്ടീൻ്റെ അച്ഛനമ്മയും കോളേജിൽ വന്നു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഡിസ്മിസ് ഉറപ്പാ. പിന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ? അതിനെന്താ ചെയ്യാലോ. Hello? Hello? Is this Nidhi Satyaprakash mother? Yes? Nidhi? சாரி நிதி, அது வேற ஒன்றும் இல்லைம்மா. காலேஜ் ஸ்டாஃப் யாரோ தப்பாக கால் பண்ணதா சொன்னாங்க. சாரிம்மா. നിധി, ஹலோ ஆரியன், தேங்க்யூ ஸோ மச். அம்மா ரொம்ப பாசமாக பேசிட்டு போனாங்க. எனக்கு ஒரு பிரச்சனைனா யாராவது ஹெல்ப் பண்ணுறதுக்கு இருக்காங்கன்னு தோணுது. ஆரியன், ஒரு டவுட்டு. அது ஒரு ஃபேக் கால்னு கண்டுபிடிச்சிட மாட்டாங்கல்ல? இதுக்கப்புறமா அம்மா கால் வருமா? ഇല്ല കോളെല്ലാം വരാത്. എനിക്കും കുറെ പ്രാവശ്യം ഇങ്ങനെ കോളേജിൽ നിന്ന് കോൾ വന്നിട്ടുള്ളതാ. സീരിയസ് ആക്കണ്ട, അത് കോള് വരൂല. தேங்க்யூ ஸோ மச். ഓക്കെ, குட் நைட். ഗുഡ് നൈറ്റ്. ബൈ. ചേട്ടാ താങ്ക് യു. ചേട്ടൻ്റെ ഒരു പവറേ. നേരത്തെ വിളിച്ച നമ്പറില്ലേ, അങ്ങ് ഡിലീറ്റ് ചെയ്താൽ. എങ്ങനെയുണ്ട്? വേൾഡ് ക്ലാസ് ആണല്ലേ. പിന്നെ എടാ ഷൈനെ, എടാ വാടാ. ചേട്ടാ, നമ്മളൊരു ലോങ് ഡ്രൈവിനൊക്കെ പോയിട്ട് ഒരു പൊളി പൊളിക്കണം കേട്ടോ. വണ്ടിയായിട്ട് പൊളിക്കും. ഓ, എന്നാലും പൊളി. പയ്യടാ, നിനക്കെന്താടാ ഒരു വിഷമം? കാർ ഓടിക്കാൻ ചോദിച്ചിട്ട് തന്നില്ലടാ. എടാ, അതിന് വണ്ടി ഇവിടെ കിടക്കുവല്ലേ? പിന്നെ ഇനി ഒരു വർഷത്തേക്കുള്ള എൻ്റെ അത് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല.
ഫാമിലി ഗ്രൂപ്പ് മൊത്തം ചാച്ചന്റെ കാറിന്റെ ഫോട്ടോയാ. ഓ പിന്നെ അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ. പിന്നെ ഷൈനെ ഒരു കാര്യമുണ്ട്, നാളെ ആകുമ്പോ പറയാം. ഇത് നോക്കിയേ. എനിക്കൊന്നും കാണണ്ട. അളിയാ അളിയാ നിന്റെ വണ്ടിയൊക്കെ തന്നു വിട്ടാ? ആ അതൊക്കെ നമ്മള് സെറ്റാക്കി. എവിടെ പോകുന്നു ഹെൽമെറ്റ് ഒക്കെ വെച്ച്? അളിയാ ഞാൻ കോളേജ് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്നു വിചാരിച്ച്. കോളേജിലാ? അവള് ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഐ മിസ് യു, ഐ ലവ് യു, എന്നെ പറ്റി ഓർക്കാൻ ആളൊക്കെ ഉണ്ടല്ലോ എന്നാണ് വിളിച്ച് പറഞ്ഞത്. എനിക്കൊന്ന് ഇന്ന് പോവാ സെറ്റ് ആവളിയോ. വണ്ടി വെച്ചിട്ടോ എവിടെ ഇരിക്കി? ഓ അത് വേണ്ട, ഞാൻ ബൈക്കിൽ തന്നെ പോവാളിയാ. അളി ഇവനെ എടുത്തിട്ടൊന്ന് പറപ്പിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് MC റോഡ് വഴി ഇവനൊന്ന് പറപ്പിക്കാം. വാ അളിയ, അവള് പറയട്ടെ നിനക്ക് റിച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന്. വെച്ചിട്ട് വാ, വേഗം വാ അളിയാ. ഇതാ വരുന്നളിയാ. ഇതേ മിറൊക്കെ ഉണ്ട്, മുടിയൊക്കെ ചെയ്യാം. നിധി, നീ ഇന്നലെ എങ്ങോട്ടാ പോയെ? அந்த ஆரியன்ல அவனோட நேற்று வெளில போய் நிறைய ஸ்பைசி ஃபுட்லாம் சாப்பிட்டோம். നന്നായി. ഞാനിപ്പോൾ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ സ്റ്റാഫ് റൂമിൽ പോയായിരുന്നു. അവിടെ സംസാരിക്കുന്ന മൊത്തം നിന്നെക്കുറിച്ചാ. ഒന്നാമത്തെ ഇന്നലെ സ്ട്രൈക്ക് വിളിച്ചതിൽ മാനേജ്മെന്റ് ആകെ കലിപ്പായിട്ടിരിക്കുക. അതും പോരാഞ്ഞ് ടീച്ചേഴ്സും പറയുന്നുണ്ട് സ്ട്രൈക്ക് വിളിക്കുന്ന പിള്ളേർക്ക് കറങ്ങി നടക്കാനും റൂം എടുക്കാനും ആന്നൊക്കെ. നീ ആരെ കൊണ്ടാ വിളിപ്പിച്ചേ? ആ ഫേക്ക് കോള് വിളിച്ചതാ ഏറ്റവും പ്രശ്നമായ. അവരത് ഇൻഫോം ചെയ്യാൻ വേണ്ടി നിന്റെ അമ്മയെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവള് മേരിയുടെ അനിയത്തിയല്ലേ? ഇവള് ഇത്ര വളർന്നു. സിഗ്മയാണ്, പോക്കിയാവല്ലേ. നിധി എന്താടാ ഇത്? வண்டி எடுக்கிறீங்களா ப்ளீஸ்? ப்ளீஸ் ப்ளீஸ். എടാ ഒന്ന് വണ്ടി എടുക്ക്, കുഴപ്പമില്ല, പിന്നെ നോക്കാം. ദേ, എടുക്കാം എടുക്കാം. എങ്ങോട്ട് എടുക്കാൻ? ഇതെന്റെ ഫ്രണ്ട് ഷൈൻ. ഇത് എന്താ അതെന്താ കാര്യമെന്ന് പറഞ്ഞില്ല. அந்த பாட்டை ஆஃப் பண்றீங்களா ப்ளீஸ்? ചാച്ചൻ വിളിക്കുന്നു, എനിക്ക് വേഗം പോണം. ചാച്ചൻ വിളിക്കുന്നു. തുടങ്ങടാ. ഓ ചാച്ചനും അമ്മയെ മാറി മാറി വിളിച്ചോണ്ടിരിക്കുക. വണ്ടി കൊണ്ട് വെഞ്ചേച്ചിട്ട് വരാന്നും പറഞ്ഞ് ഇറങ്ങിയതാ. നീ എവിടെയാന്ന് വെച്ചാ പറ, കൊണ്ടാക്കാം. ഞാനിന്ന് വലിച്ചിട്ട് വരാം. ചേട്ടാ സിഗരറ്റ് ഉണ്ടോ? നിധി എന്താ പറ്റിയേ? അല്ല சொன்னதானே எனக்கு புரியும். ஃபேக் கால் பண்ணது வீட்டில் தெரிஞ்சிருச்சு. காலேஜ்ல இருந்து ஃபோன் பண்ணி அம்மாட்ட சொல்லிட்டாங்க. இப்போ பேரண்ட் டீச்சர் மீட்டிங்க்கு அம்மா காலேஜில் இருக்காங்க. எனக்கு அம்மாவை எப்படி ஃபேஸ் பண்ணணுன்னே தெரியல. எனக்கு ரொம்ப அசிங்கமாக இருக்கு. ஐயோ எனக்கு என்ன பண்ணுறதுனே தெரியல. നിധി അമ്മ വെഞ്ചരിപ്പ് കഴിഞ്ഞ് 2 മെഴുതിരും കൂടി കത്തിച്ചിട്ട് ഞാൻ വരുവാ. ജോയി രാവിലെ മുതൽ ഒരുങ്ങിക്കെട്ടി നിൽക്കുവാ. ചാച്ചനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമേ. രാവിലെ